അവൻ വഴികളെ ഞാൻ അറിഞ്ഞ് അനുഗമിച്ചിടും അവനുടെ ചുവടുകളെ, അനുഗമിച്ചിടും അവനുടെ ചുവടുകളെ. ദൈവകൃപയിൽ ഞാൻ ആശ്രയിച്ച് അവൻ വഴികളെ ഞാൻ അറിഞ്ഞ് അനുഗമിച്ചിടും അവനുടെ ചുവടുകളെ, അനുഗമിച്ചിടും അവനുടെ ചുവടുകളെ. വീണ്ടും ദൈവത്തിന്റെ തിരുസന്നിധിയിൽ അല്പപ്രാണികളായ അല്പകാലം മാത്രം ഈ മണ്ണുകൊണ്ടുള്ള ഉടുപ്പിന്റെ ഉള്ളിൽ ദൈവം ഭൂമിയിൽ ജീവിക്കുവാൻ അനുവാദം തന്നിട്ടുള്ള, ദൈവത്തിൽ നിന്ന് ആരംഭിച്ച, ദൈവത്തിന് വേണ്ടി ആയിരിക്കേണ്ട, പലപ്പോഴും ആയിരിക്കാത്ത നമ്മളിൽ പലരും, അതോടൊപ്പം തന്നെ ദൈവത്തിലേക്ക് മടങ്ങി ചെല്ലേണ്ട ചിന്തകളില്ലാത്ത നമ്മളിൽ പലരും ഇവരെ ദൈവിക ചിന്തകളിലേക്ക് കൊണ്ടുവന്ന് ദൈവത്തിനു വേണ്ടി, ദൈവ ഇഷ്ടത്തിനു വേണ്ടി ഭൂമിയിൽ ജീവിക്കുവാൻ തക്കവണ്ണം തയ്യാറാക്കുകയും അതിന് തക്കവണ്ണം ദൈവം ഭൂമിയിൽ രൂപകൽപ്പന ചെയ്ത ദൈവത്തിന്റെ യൂണിറ്റായ കുടുംബം, ഫാമിലി, ഇതിന്റെ മേലായിരുന്നു പിശാച് തന്റെ ആദ്യത്തെ ദൃഷ്ടി പതിപ്പിച്ചത്, ആദ്യത്തെ കണ്ണ് പതിപ്പിച്ചത് കുടുംബത്തിന്റെ മേൽ. ആ കുടുംബത്തിന്റെ മേൽ ദൃഷ്ടി പതിപ്പിച്ച് പിശാച് ആദ്യം തകർത്തത് ഭൂമിയിലെ കുടുംബത്തെ അല്ല, സ്വർഗത്തിലെ കുടുംബത്തെയാണ്. ഭൂമിയിൽ കുടുംബമുണ്ട്, സ്വർഗത്തിൽ കുടുംബമുണ്ട്. കുടുംബജീവിതത്തെ കുറിച്ച് നാം മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. കുടുംബജീവിതത്തെ കുറിച്ച് മനുഷ്യന്റെ ചിന്തയിലുള്ള അവസ്ഥകളല്ല, പകരം ദൈവത്തിന്റെ ചിന്തയിലെ കുടുംബജീവിതത്തെ കുറിച്ച് നാം മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. പ്രിയ ദൈവത്തിന്റെ ജനമേ, വളരെ പ്രാധാന്യമുള്ള ഈ സബ്ജക്ട് നാം മറന്നു പോകരുത്. ദൈവത്തിന്റെ ചിന്തയിലെ കുടുംബം. ഇന്ന് പിശാച് തന്റെ പ്രവൃത്തിയിൽ ജയിച്ചു നിൽക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയും. കാരണം ഇന്ന് സഭയ്ക്ക് പോലും ദൈവത്തിന്റെ ദൃഷ്ടിയിലെ കുടുംബത്തിന്റെ പർപ്പസ് എന്താണെന്ന് മനസ്സിലാകാതെയാണ് വിവാഹങ്ങൾ നടക്കുന്നത് എന്നത് നിങ്ങൾ കേൾക്കുവാനായിട്ട് ഇടയായി. വിവാഹ ശുശ്രൂഷകളിൽ നാം കടന്നു വരുമ്പോൾ രണ്ട് കുടുംബത്തിലുള്ള രണ്ട് വ്യക്തികൾ തമ്മിൽ, സ്ത്രീയും പുരുഷനും തമ്മിൽ അവിടെ കൂട്ടി യോജിക്കുന്നുവെങ്കിലും എന്തിനാണ് ഈ വിവാഹ ജീവിതമെന്ന് ദൈവദാസന്മാർ പറയാറില്ല. പകരം എങ്ങനെ പോയി ജീവിക്കണമെന്ന് പറയാറുണ്ട്. എന്തിനാണ് ദൈവം ഈ കുടുംബത്തെ യോജിപ്പിച്ചതെന്ന് പറയാറില്ല. മേരി ആകുന്ന നിന്നെ, ജോസഫ് ആകുന്ന ഞാൻ എന്റെ വിവാഹ ഭാര്യയായി സ്വീകരിക്കുന്നു. മരണം നമ്മെ വേർപിരിക്കുന്നത് വരെ നിന്നെ സ്നേഹിച്ചും ബഹുമാനിച്ചും പോറ്റി പുലർത്തിക്കൊള്ളാമെന്ന് ഞാൻ ദൈവത്തിന്റെയും ദൈവത്തിന്റെ സഭയുടെയും മുമ്പാകെ ഉഭയസമ്മതം ചെയ്യുന്നു. എന്തിനു വേണ്ടി? ഭാര്യയാവുന്ന സ്ത്രീ പറയുമ്പോഴും മരണം നമ്മെ വേർപിരിക്കുന്നത് വരെ അങ്ങേ ബഹുമാനിച്ചും അങ്ങേ കീഴടങ്ങി ഇരുന്നു കൊള്ളാമെന്ന് പറയുമ്പോ എന്തിനു വേണ്ടിയാണ് എന്ന് പറയുന്നില്ല, ചെയ്തു കൊള്ളാമെന്നാ പറയുന്നുള്ളൂ. ഒരു കാര്യത്തിന്റെ ഏറ്റവും പ്രാധാന്യത എന്ന് പറയുന്നത് എന്തിനു വേണ്ടി എന്നുള്ളതാണ്. പർപ്പസാണ് ഏറ്റവും പ്രാധാന്യമുള്ളത്. പർപ്പസ് അറിഞ്ഞാൽ മാത്രമേ ഒരു വ്യക്തിക്ക് വിഷൻ ലഭിക്കുകയുള്ളൂ, ദർശനം ലഭിക്കത്തുള്ളൂ. എപ്പോഴാണ് ഒരു വ്യക്തി കാര്യത്തിൻ്റെതായ ഉദ്ദേശം മനസ്സിലാക്കുന്നത്, അപ്പോൾ മാത്രമേ അതവന് ദർശനമായി തീരത്തുള്ളൂ. ഏതിനോനം പറയുന്നു, ദർശനമില്ലാത്തതിനാൽ ജനം മര്യാദ വിട്ട് നടക്കുന്നു, അവർ നശിച്ചു പോകുന്നു. അതുകൊണ്ട് വളരെ പ്രാധാന്യതയോടെ കഴിഞ്ഞ നാളുകളിൽ നാം മനസ്സിലാക്കുവാൻ ഇടയായ ഒരു കാര്യമുണ്ട്. കുടുംബജീവിതത്തിന്റെ ദൈവം ഉദ്ദേശിക്കുന്ന പർപ്പസ് എന്താണെന്ന്. പഴയകാലത്തെ മുമ്പിലത്തെ സന്ദേശങ്ങൾ നിങ്ങൾ കേട്ട് മനസ്സിലാക്കുന്നുവെങ്കിൽ അത് നിങ്ങൾക്ക് വളരെ അനുഗ്രഹമായിരിക്കും. കാരണം ഒരല്പകാലത്തെ ഈ ജീവിതത്തിൽ വേണമെങ്കിൽ ആദ്യത്തെ ദൈവത്തിന് ഒറ്റയ്ക്ക് വിടാമായിരുന്നു, ഒരു പ്രശ്നവുമില്ലായിരുന്നു. ആദത്തിന് ഇപ്പോഴും ദൈവത്തോട് പറയുവാൻ ചിലപ്പോൾ ഒരുപക്ഷെ ഒരു വാക്കുണ്ടാകും, ദൈവമേ, ഞാൻ ഒറ്റയ്ക്കായിരുന്നപ്പോൾ ഈ പ്രശ്നം വല്ലതും ഉണ്ടായിരുന്നു, ഞാൻ എത്ര മര്യാദക്കായിരുന്നു തോട്ടത്തിൽ ജീവിച്ചേ. പക്ഷെ അങ്ങൊരു വിവാഹം കഴിപ്പിച്ചതിന് ശേഷമല്ലേ ഈ പ്രശ്നം മുഴുവൻ ഉണ്ടാകുന്നേ. വളരെ പ്രാധാന്യമായി നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. പ്രിയ ദൈവത്തിന്റെ ജനമേ, ദൈവം എന്തിനാ ഇങ്ങനെ ചെയ്തേ? കാരണം ദൈവം ഒന്ന് കണ്ടു. ദൈവം ആദ്യമായിട്ട് നല്ലതല്ലെന്ന് പറഞ്ഞത് കാര്യം ആദം ഒറ്റയ്ക്കായിരിക്കുന്നത്, പുരുഷൻ ഒറ്റയ്ക്കായിരിക്കുന്നത്
നല്ലതല്ല. എന്തുകൊണ്ടാണ് അങ്ങനെ കണ്ടത്? അതാണ് വിവാഹത്തിന്റെ കാരണം. ദൈവം എന്തുകൊണ്ടത് കണ്ടു? നാം അത് മനസ്സിലാക്കുവാനായിട്ട് ഇടയായി. ദൈവം അങ്ങനെ പറയാൻ കാരണം, അത് പറയുന്നതിന് മുമ്പ് ദൈവം ആദത്തെ സൃഷ്ടിച്ചപ്പോൾ ഹവ്വ ഇല്ലായിരുന്നു. ദൈവം ആദത്തിനാണ് പ്രൊജക്ട് കൊടുത്തത്. തന്റെ പ്രൊജക്ട് കൊടുത്തു, തോട്ടം ഗാർഡ് ചെയ്യണം. അതിന്റെ അർത്ഥം എന്ന് പറയുന്നത്, പലപ്പോഴും ബോഷന്മാരായി ജീവിക്കുന്ന ഈ ലോകത്തിലെ മനുഷ്യർ അതൊന്നും ചിന്തിക്കത്തില്ല. എന്തുകൊണ്ടാണ് തോട്ടം ഗാർഡ് ചെയ്യേണ്ടത്? കാരണം കുഞ്ഞേ, നിനക്ക് ഇപ്പോൾ മുതലേ അറിയത്തുള്ളൂ, ഇതിനു മുമ്പുണ്ടായ സംഭവത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ നിന്നെ സൃഷ്ടിച്ചത്. തോട്ടം ഗാർഡ് ചെയ്യേണ്ടതിന്റെ കാരണം, ഇതിനെ നശിപ്പിക്കുവാനായിട്ട് ഒരുവൻ ഇവിടെ ഉണ്ട്. അതുകൊണ്ട് നീ അതിനെ ഗാർഡ് ചെയ്യണം. മാത്രമല്ല, നീ തോട്ടത്തിൽ വേല ചെയ്യണം. എന്താ കാര്യം? ഭൂമിയിൽ ഒരു ചെറിയ സ്ഥലം മാത്രമേ ഉള്ളൂ ഏദൻ. ഏദൻ എന്ന് വെച്ചാൽ ഡിലൈറ്റ്. എവിടെയാണ് ആനന്ദം? ഏതെന്ന് വെച്ചാൽ ആനന്ദം. എവിടെയാണ് ആനന്ദം? ദൈവത്തിന്റെ സന്നിധിയിലാണ് ആനന്ദത്തിന്റെ, സന്തോഷത്തിന്റെ പരിപൂർണത. ഏദനിൽ ദൈവ സാന്നിധ്യമുണ്ട്. എന്നാൽ ഭൂമിയിൽ കിഴക്ക് ഏതെങ്കിലും ഒരു ചെറിയ സ്ഥലത്ത് മാത്രമേ ഈ ദൈവ സാന്നിധ്യമുള്ളൂ. നീ ഈ ഏദനെ നീ വർദ്ധിപ്പിക്കണം. ഭൂമി നിറയണം. ഭൂമി മുഴുവൻ ദൈവ സാന്നിധ്യമായി തീരണം. ഇതാണ് നിന്റെ ജോലി. ഒന്ന് നീ തോട്ടം കാക്കണം, മറ്റൊന്ന് തോട്ടം നീ നിറയ്ക്കണം. ഭൂമി നീ നിറയണം. ദൈവ സാന്നിധ്യത്താൽ ഭൂമി നിറയണം. ഇതാണ് ആദത്തിന് കൊടുത്ത ജോലി. ഈ ജോലി ആദം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ദൈവം കാണുകയാ, ഇവൻ ഒറ്റയ്ക്കായിരിക്കുന്നത് നന്നല്ല. ആമേൻ, ഹല്ലേലൂയ. ഇവൻ ഒറ്റയ്ക്കായിരിക്കുന്നത് നന്നല്ല, ഇവനൊരു തുണ കൊടുക്കണം. ആമേൻ. അപ്പൊ വർദ്ധിപ്പിക്കുന്ന പാർട്ട് ഇവൻ തുണയ്ക്ക് കൊടുക്കട്ടെ. ഗാർഡ് ചെയ്യുന്ന പാർട്ട്, പ്രധാനപ്പെട്ട പാർട്ട് ആദം ചെയ്യട്ടെ. വർദ്ധിപ്പിക്കുന്ന പാർട്ട് തുണയ്ക്ക് കൊടുക്കട്ടെ, സ്ത്രീക്ക് കൊടുക്കുകയാണ്. ഉടനെ സ്ത്രീക്ക് അതിന്റെ സജ്ജീകരണങ്ങളോടുകൂടി ദൈവം സ്ത്രീയെ സൃഷ്ടിക്കുക. ഒരു സ്ത്രീയെ നോക്കിയാൽ അറിയാം, വർദ്ധിപ്പിക്കുന്ന പാർട്ടിന്റെ സജ്ജീകരണങ്ങളെല്ലാം സ്ത്രീക്കാണ് ദൈവം കൊടുത്തിരിക്കുന്നത്. ആമേൻ. എന്നാൽ സ്ത്രീ വർദ്ധിപ്പിക്കണമെങ്കിൽ യജമാനന്റെ അധികാരം വേണം സ്ത്രീ വർദ്ധിപ്പിക്കുവാൻ. ആമേൻ, ഹല്ലേലൂയ. ആരാണ് യജമാനൻ? സ്ത്രീയുടെ യജമാനൻ ആദമാണ്. ആമേൻ. എങ്ങനെ അറിയാം? ദൈവത്തിന്റെ വചനം പറയുന്നു, ദൈവമല്ല സ്ത്രീക്ക് പേരിട്ടത്, ആദമാ പേരിട്ടെ. ആമേൻ, ഹല്ലേലൂയ. ദൈവത്തിന്റെ മനസ്സിലുള്ള ഈ ചിത്രങ്ങൾ നാം ആദ്യം ഒന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ, അതനുസരിച്ച് കുടുംബജീവിതം മെയിൻറ്റെയിൻ ചെയ്താൽ നമ്മുടെ കുടുംബങ്ങൾ മനോഹരമാകും. പക്ഷെ ഇന്നത്തെ ദൈവത്തിന്റെ ഹൃദയത്തിലുള്ള ചിന്ത ഇന്ന് ദൈവദാസന്മാരുടെ ഉള്ളിൽ പോലും ഇല്ല എന്നുള്ളത് വളരെ ശോചനീയമായ കാര്യമാണ്. അതുകൊണ്ട് കുടുംബങ്ങൾ എന്ത് ചെയ്യുന്നു? തകർന്നു പോകുന്നു. കണക്കുകൾ പരിശോധിക്കുമ്പോൾ വലിയൊരു ശതമാനം കുടുംബം, അമേരിക്കയെ കുറിച്ച് പഠിക്കുമ്പോൾ 50% കുടുംബങ്ങൾ ഡൈവോഴ്സ് ചെയ്ത് പോവുകയാണ്. പിന്നെ മറ്റ് ഭാഗങ്ങളെ കുറിച്ച് മനസ്സിലാക്കുമ്പോൾ കൂടെ ഉണ്ടെന്ന് പറയുന്ന കുടുംബങ്ങൾ പോലും, ഒരുമിച്ചിരിക്കുന്ന കുടുംബങ്ങൾ പോലും, അതിലും ഒരു വലിയ ശതമാനം 4 ചുവരുകൾക്കുള്ളിലേ ഉള്ളൂ, പരസ്പരം സംസാരിക്കുന്നത് ചുരുക്കം. എന്നാൽ സംസാരിക്കുന്ന കുടുംബങ്ങളെ നോക്കിയാൽ ഇവർ ജീവിച്ചു പോകണ്ടേ എന്നുള്ള രീതിയിൽ അഡ്ജസ്റ്റ്മെന്റിൽ പോകുന്ന കുടുംബങ്ങളാണ് അധികവും. യഥാർത്ഥ ദൈവിക പദ്ധതിയിൽ നിന്നെടുക്കുന്ന കുടുംബങ്ങൾ വളരെ ചുരുക്കം. പ്രിയ ദൈവത്തിന്റെ ജനമേ, ദൈവത്തിന് നമ്മുടെ കുടുംബത്തെ മനോഹര രൂപമാക്കുവാനാണ് പദ്ധതി. എന്തുകൊണ്ടാണ് ഭൂമിയിലെ കുടുംബങ്ങൾക്ക് സ്വസ്ഥതയോടുകൂടെ ദൈവം ആഗ്രഹിക്കുന്നതിന് മുന്നോട്ടേക്ക് പോകാൻ കഴിയാത്തത്? ഭാര്യയും ഭർത്താവുമായി തീരുന്ന യുവതി യുവാക്കന്മാർ ഏതാനും ചില നാളുകൾ, ഒരാഴ്ച, 2 ആഴ്ച, 1 മാസം, 2 മാസം അവർ വളരെ സന്തോഷത്തോടെ പോകുന്നു. അവരുടെ ചിന്തയിൽ അവർ വിവാഹം കഴിക്കുന്നത് അവരുടെ സെക്ഷുവൽ താല്പര്യങ്ങൾ നടത്തിയെടുക്കുവാനാണ്. അവർക്ക് അതിൻ്റെതായ കൊതിയും കാര്യങ്ങളും 1 or 2 ആഴ്ചയോ 1 മാസം 2 മാസം കഴിഞ്ഞ് തീരുമ്പോ പിന്നെ ഇവരുടെ കുടുംബജീവിതം ഒരു അഡ്ജസ്റ്റ്മെന്റ് ജീവിതമായി തീരുകയാണ്. അങ്ങനെയല്ല, നമ്മുടെ കുടുംബജീവിതം ഒരു അഡ്ജസ്റ്റ്മെന്റ് ജീവിതമല്ല. ക്രിസ്തുവിൽ അത് മനോഹരമായിരിക്കണം. ആമേൻ, ഹല്ലേലൂയ. പ്രിയ ദൈവത്തിന്റെ ജനമേ, ഇത് ഇത് കുടുംബങ്ങൾ ഇന്ന് ക്രിസ്തുവിൽ മനോഹരമാക്കാത്തതിന്റെ കാരണം, കുഞ്ഞേ, മനുഷ്യൻ എന്ന് പറഞ്ഞാൽ 2 തലത്തിൽ ജീവിക്കുവാനാണ് ദൈവം സൃഷ്ടിച്ചത്. ആത്മതലത്തിലും ഭൗതിക തലത്തിലും. അവൻ ആത്മതലത്തിൽ ഒരു കുടുംബമുണ്ട്, ഭൗതിക തലത്തിലും കുടുംബമുണ്ട്. ഭൗതിക തലത്തിലുള്ള കുടുംബമാണ് ഹവ്വയോട് ചേർന്നുള്ളത്, സ്ത്രീയോട് ചേർന്നുള്ളത്. ആത്മതലത്തിലുള്ള കുടുംബമാണ് ദൈവത്തോട് ചേർന്നുള്ളത്. ദൈവത്തോട് ചേർന്ന് ഉള്ള കുടുംബം, ആ കുടുംബത്തിലായിരിക്കുമ്പോൾ ദൈവം ഭർത്താവും അല്ലെങ്കിൽ ക്രിസ്തു ഭർത്താവും, ജനങ്ങൾ അല്ലെങ്കിൽ സഭ ഭാര്യയുമായി തീരുന്നു.
ആമേൻ. എന്നാൽ ഭൗതിക തലത്തിലുള്ള കുടുംബം എന്ന് പറയുമ്പോൾ പുരുഷൻ ഭർത്താവും സ്ത്രീ ഭാര്യയുമായി തീരുന്നു. എന്നാൽ ആത്മതലത്തിലുള്ള കുടുംബം തകർന്നത് കൊണ്ട് ഭൗതിക തലത്തിലുള്ള കുടുംബത്തിന് സ്വസ്ഥതയില്ല. ആമേൻ. ഒരു വാക്യം നമ്മൾ ആധാരമായി വായിച്ചുകൊണ്ടാണ് നമ്മൾ മുന്നോട്ടേക്ക് കടന്നു പോകുന്നത്. എഫേസ്യ ലേഖനം അതിന്റെ 5-ാം അധ്യായം നമുക്ക് അവിടെ കാണുവാനായിട്ട് കഴിയും. അതിന്റെ 31, 32 വാക്യങ്ങളിൽ നമുക്ക് കാണുവാൻ കഴിയും. കർത്താവിന്റെ വചനത്തിൽ പറയാണ്, അത് നിമിത്തം ഒരു മനുഷ്യൻ അപ്പനെയും അമ്മയെയും വിട്ട് ഭാര്യയോട് പറ്റിച്ചേരും, ഇരുവരും ഒരു ദേഹമായി തീരും. ഈ മർമ്മം വലിയത്. ഞാൻ ക്രിസ്തുവിനെയും സഭയെ ഉദ്ദേശിച്ചത്രേ പറയുന്നത്. ശ്രദ്ധിക്കുക, ഇവിടെ നിങ്ങൾക്ക് നോക്കുമ്പോൾ ഒരു കുടുംബത്തെ അല്ല 2 കുടുംബത്തെ കാണാം. ഈ വചനത്തിൽ നിങ്ങൾ നോക്കുമ്പോൾ ഒരു കുടുംബത്തെ അല്ല 2 കുടുംബത്തെ കാണാം. ആദ്യത്തേതില് ഭൗതിക കുടുംബത്തെയും രണ്ടാമത്തെ ഭാഗത്ത് ആത്മീയ കുടുംബത്തെയും കാണാം. ആദ്യത്തെ ഭാഗത്ത് അത് നിമിത്തം ഒരു മനുഷ്യൻ അപ്പനെയും അമ്മയെയും വിട്ട് ഭാര്യയോട് പറ്റിച്ചേരും, ഇരുവരും ഒരു ദേഹമായി തീരും. ഇതാണ് ഭൗതിക കുടുംബം. ആമേൻ. ഇനി കാണുന്നത് ഭൗതിക കുടുംബമല്ല, ആത്മീയ കുടുംബമാണ്. ഈ മർമ്മം വലിയത്. ഇനി ജോയിന്റ് ചെയ്യുകയാണ്. ഭൗതിക കുടുംബം മനസ്സിലാക്കിയാലേ ആത്മീയ കുടുംബം മനസ്സിലാകൂ. ഈ മർമ്മം വലിയത്. മർമ്മം എന്ന് പറഞ്ഞാൽ മറിഞ്ഞു കിടക്കുക. ജനത്തിന്റെ ഉള്ളിൽ ഭൗതിക കുടുംബമേ ഉള്ളൂ, ആത്മീയ കുടുംബം ഇല്ല. അതൊരു മർമ്മമാ, അത് മറിഞ്ഞു കിടക്കുക. അതാണ് കർത്താവിന്റെ വചനം റിലീസ് ചെയ്യുന്നത്. ഈ മർമ്മം വലിയത്. ഞാൻ ക്രിസ്തുവിനെ ഈ സഭയെ ഉദ്ദേശിച്ചത്രേ പറയുന്നത്. ഇതാണ് ആത്മീയ കുടുംബം. ക്രിസ്തു മണവാളനും സഭ മണവാട്ടിയും. ആമേൻ. പഴയ നിയമത്തിൽ യഹോവയാം ദൈവം ഭർത്താവും ഇസ്രായേൽ ജനം ഭാര്യയും. ഹല്ലേലൂയ. അപ്പോൾ പ്രിയ ദൈവത്തിന്റെ ജനമേ, 2 കുടുംബങ്ങളെ നിങ്ങൾക്ക് കാണാം. എന്നാൽ ഉൽപ്പത്തി പുസ്തകത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നത് ആ സ്വർഗീയ കുടുംബത്തെയാണ് ആദ്യമേ തന്നെ പിശാച് തകർക്കുവാനായിട്ടിടയായത്. ദൈവത്തിന്റെ പദ്ധതിയെല്ലാം ആശ്രയിച്ചിരുന്നത്, ഭൂമിയിലെ പദ്ധതി ആശ്രയിച്ചിരുന്നത്, ദൈവത്തിന് അവരുടെ സഹായം വേണ്ട, പക്ഷെ ഭൂമിയിലെ പദ്ധതിയിൽ ആശ്രയിച്ചിരുന്നത്, ഡിപ്പെൻഡ് ചെയ്തിരുന്നത് ആദത്തെ അനുസരിച്ചാണ്. ആദത്തിന് കൊടുത്ത ആ ഡ്യൂട്ടി അനുസരിച്ചാണ് ദൈവത്തിന്റെ ഭൂമിയിലെ പദ്ധതി നിന്നിരുന്നത്. അതിന് ആ ഡ്യൂട്ടിക്ക് സഹായിയായിട്ടാണ് ദൈവം ഹവ്വയെ ഉണ്ടാക്കിയത്. അവിടെ പറയാണ്, മനുഷ്യൻ ഏകനായിരിക്കുന്നത് നന്നല്ല, ഇവനൊരു തക്ക തുണ വേണം. എന്തിനാണ് തുണ? ഇതാണ് കുടുംബജീവിതത്തിൻ്റെതായ പർപ്പസ്. എന്തിനാണ് തുണ? എന്തിനാണ് ദൈവം തുണയെ കൊടുത്തത്? ദ ഗോഡ്സ് പ്രൊജക്ട് ഓൺ എർത്ത്. ദൈവത്തിന്റെ ഭൂമിയിലെ പ്രൊജക്ടിന് വേണ്ടിയാണ് ദൈവം തുണയെ കൊടുത്തത്. ആമേൻ. കുടുംബജീവിതത്തിന്റെ പർപ്പസ് വീണ്ടും മനസ്സിലാക്കുക, മറന്നുപോകരുത്. ദൈവത്തിന്റെ ഭൂമിയിലെ പ്രവൃത്തിക്ക് വേണ്ടിയാണ് ദൈവം തുണയെ തന്നത്. എന്ത് ചെയ്യണം? നീ മൾട്ടിപ്ലൈ ചെയ്യണം. ആമേൻ. നീ മൾട്ടിപ്ലൈ ചെയ്യാനുള്ള കൽപ്പന കൊടുത്താൽ മതി, സ്ത്രീ മൾട്ടിപ്ലൈ ചെയ്തുകൊള്ളും. മനസ്സിലാവുന്നുണ്ടോ? ആമേൻ. ഹല്ലേലൂയ. അതുകൊണ്ടാണ് പുരുഷനില്ലാത്ത ഗർഭപാത്രം ദൈവം സ്ത്രീക്ക് കൊടുത്തത്. ആമേൻ. ഹല്ലേലൂയ. പ്രിയരെ, അത് സ്ത്രീ ചെയ്യുവാനായിട്ടിടയാകും. കുഞ്ഞുങ്ങളെ വളർത്തുവാൻ സ്തനങ്ങൾ കൊടുത്തത് എന്തിനാ? മൾട്ടിപ്ലൈ ചെയ്യുന്ന പാർട്ടാ അവർക്ക് കൊടുത്തത്. അവരെ പൊതുവെ ദൈവം ചെയ്തിരിക്കുന്നത് അവരെ ഗീവറായിട്ടല്ല, റിസീവറായിട്ട്. ആമേൻ. ഹല്ലേലൂയ. ശ്രദ്ധിക്കുക, അവരെ പ്രാധാന്യമായും ദൈവം അവരെ വെച്ചിരിക്കുന്നത് ഗീവറായിട്ടല്ല, റിസീവറായിട്ടാണ്. റിസീവ് ചെയ്തതിന് ശേഷം കൊടുക്കുന്നു. ആമേൻ. ഹല്ലേലൂയ. പുരുഷൻ എന്ത് കൊടുത്തോ അത് സ്ത്രീ റിസീവ് ചെയ്യും. റിസീവ് ചെയ്തിട്ട് അത് മൾട്ടിപ്ലൈ ചെയ്ത് കൊടുക്കും. കാരണം ദൈവത്തിന്റെ കൽപ്പനയാ മൾട്ടിപ്ലൈ. അതിനുള്ള ഫെസിലിറ്റി ദൈവം സ്ത്രീയുടെ ജീവിതത്തിൽ, സ്ത്രീയുടെ മനസ്സിൽ, സ്ത്രീയുടെ ശരീരഘടനയിൽ എല്ലാം ദൈവം വെച്ചിട്ടുണ്ട്. ഗ്ലോറി ടു ഗോഡ്. ഹല്ലേലൂയ. അപ്പോൾ പ്രിയരെ, എന്നാൽ ഇന്ന് ദൈവം വെച്ച അളവിലല്ല കുടുംബജീവിതങ്ങൾ. ഇന്ന് തകർക്കപ്പെട്ടു. പുരുഷന്റെ പാർട്ട് എന്താണെന്ന് പുരുഷനും അറിഞ്ഞുകൂടാ, സ്ത്രീയുടെ പാർട്ട് എന്താണെന്ന് സ്ത്രീക്കും അറിഞ്ഞുകൂടാ. സ്ത്രീ തന്നെ സന്തോഷിപ്പിക്കുന്ന ഒരു പുരുഷനെ അന്വേഷിച്ച് നടക്കുകയാ, പുരുഷൻ തന്നെ സന്തോഷിപ്പിക്കുന്ന ഒരു സ്ത്രീ അന്വേഷിച്ച് നടക്കുകയാ. ആമേൻ. എന്നാൽ ദൈവം തന്നെ അന്വേഷിക്കും, തന്റെ ഇഷ്ടം ചെയ്യുന്ന ഒരു കുടുംബത്തെ അന്വേഷിച്ച് നടക്കുകയാ. ആമേൻ. ഹല്ലേലൂയ. അപ്പൊ ദൈവം അന്വേഷിക്കുന്നത് ഒന്ന്, അതല്ല പുരുഷൻ അന്വേഷിക്കുന്നത്. പുരുഷൻ അന്വേഷിക്കുന്നതല്ല സ്ത്രീ അന്വേഷിക്കുന്നത്. അപ്പൊ പുരുഷൻ ചിന്തിക്കുന്നു, ഇവളെ എന്നെ സന്തോഷിപ്പിക്കുന്നില്ലല്ലോ എന്ന് മനസ്സിലാക്കുമ്പോൾ പുരുഷന്റെ കുടുംബത്തിലൊരു സമാധാനം ഇല്ല. സ്ത്രീ ചിന്തിക്കുന്നു, ഓ അറിയാനെന്നാലും എന്നെ സന്തോഷിപ്പിക്കുന്നില്ലല്ലോ, സ്ത്രീക്കും ഒരു സമാധാനമില്ല.
എന്നാൽ പുരുഷൻ പുരുഷന്റെ ഇഷ്ടത്തെ മറക്കുക, സ്ത്രീ സ്ത്രീയുടെ ഇഷ്ടത്തെ മറക്കുക. നമുക്ക് ഒരുമിച്ച് ദൈവം എന്തിനാണ് കുടുംബത്തെ ആസൂത്രണം ചെയ്യുന്ന ആദ്യം മനസ്സിലാക്കുക. എന്നിട്ട് നമ്മൾ കടന്നു പോകുന്നുവെങ്കിൽ അതനുസരിച്ച് നമ്മൾ കുടുംബജീവിതത്തെ രൂപകൽപ്പന ചെയ്യുന്നുവെങ്കിൽ നമ്മുടെ കുടുംബങ്ങൾ മനോഹരമായി തീരും. വിവാഹം കഴിക്കാനുള്ളവർക്ക് ഇത് നല്ലൊരു ചാൻസ് ആണ്. വിവാഹം കഴിഞ്ഞവർക്ക് ഇത് റെക്ടിഫൈ ചെയ്യാനുള്ളൊരു ചാൻസ് ആണ്. ഗ്ലോറി ടു ഗോഡ്. അപ്പോൾ പ്രിയ ദൈവത്തിന് നാം മനസ്സിലാക്കി, ഇന്ന് കുടുംബജീവിതങ്ങൾ വഴിതെറ്റിപ്പോയി. ഈ വഴിതെറ്റിപ്പോയി കഴിയുമ്പോൾ ആ വഴിതെറ്റിപ്പോയ ഒരു വ്യക്തിയെ എങ്ങനെയാണ് നാം കറക്റ്റ് ചെയ്ത് കൊണ്ടുവരിക? നാം ഇതിനു മുമ്പ് മനസ്സിലാക്കിയ ഒരു കാര്യമുണ്ട്. ഒരിക്കല് വഴിതെറ്റി മുന്നോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുമ്പോ ഒരു സഹോദരൻ വിളിക്കുകയുണ്ടായി. ആ വിളിക്കുകയുണ്ടായി, ഇതുവരെ അവിടെ എത്തുവാൻ പറ്റിയില്ല, ഞാൻ വഴിതെറ്റിപ്പോയി. ഉടനെ വഴി അറിയാവുന്ന ഒരാളെ വിളിച്ചു. ഉടനെ അദ്ദേഹം എനിക്ക് വഴിതെറ്റിപ്പോയെന്ന് പറഞ്ഞപ്പോ ഈ വഴി അറിയാവുന്ന ആള് തിരിച്ച് ബുദ്ധിയുള്ളവനായതുകൊണ്ട് അവൻ ചോദിച്ച ചോദ്യം എന്നാണെന്നറിയാമോ? എനിക്ക് വഴിതെറ്റിപ്പോയി എന്ന് പറഞ്ഞപ്പോ തിരിച്ച് ഈ ചോദ്യം കേട്ടവൻ ബുദ്ധിയുള്ളവനായിരുന്നു. അവൻ തിരിച്ചു ചോദിച്ച ചോദ്യം എന്തായിരുന്നു അറിയാമോ? പ്രൈസ് ഗാഡ്. ബുദ്ധിയുള്ളവനാണെങ്കിൽ ചോദിക്കുന്ന ചോദ്യം, ഇപ്പോൾ നിങ്ങൾ എവിടെയാ നിൽക്കുന്നേ? ഇപ്പോൾ നിങ്ങൾ എവിടെയാ നിൽക്കുന്നേ? ഇപ്പോൾ നിങ്ങൾ എവിടെയാണ് നിൽക്കുന്നതെന്ന് അറിയാതെ കുഞ്ഞെ നിന്നെ എനിക്ക് പ്രോപ്പറായിട്ട് വഴി നടത്തുവാൻ പറ്റത്തില്ല. കാരണം നിന്റെ മനസ്സിൽ ഞാൻ ഇഷ്ടു തരണം. നിന്റെ ആ റെഫറൻസ് പോയിന്റ്, ഇപ്പോൾ നിൽക്കുന്ന സ്ഥലം മനസ്സിലാക്കി ഏത് തരത്തിൽ തിരിയണമെന്ന്. ഒരിക്കല് ഒരു സഹോദരനോട് ഞാൻ വിളിച്ചു ചോദിച്ചു, ബ്രദർ എനിക്ക് വഴിതെറ്റിപ്പോയി, ഞാന് ഇന്ന ഭാഗത്താണ്. അദ്ദേഹം മറന്നു ശ്രദ്ധിക്കുന്നില്ല. അദ്ദേഹം പറയുന്നു, നിങ്ങളൊരു കാര്യം ചെയ്യുക, നേരെ വന്നിട്ട് ഇടത്തോട്ട് തിരിഞ്ഞിട്ട് പിന്നെ വലത്തോട്ട് തിരിഞ്ഞ് അങ്ങ് വന്നു. ഞാൻ പറഞ്ഞു, ഞാൻ അതുപോലെ നേരെ പോയി ഇടത്തോട്ട് തിരിഞ്ഞ് വലത്തോട്ട് പോയി. ഞാൻ ദുബായിലെ മറ്റൊരു സ്ഥലത്തേക്ക് എന്ന് കയറി. കാരണം ഇദ്ദേഹം അതിന്റെ റെഫറൻസ് പോയിന്റ് ചോദിക്കുന്നില്ല. അദ്ദേഹത്തിന്റെ കൺസെപ്റ്റിൽ ഞാൻ ഒരു റെഫറൻസ് പോയിന്റിൽ നിൽക്കണമെന്ന് അദ്ദേഹം ചിന്തിക്കുന്നത്. ഞാൻ ചെന്നത് തെറ്റിപ്പോവാനായിട്ട് ഇടയായി. അപ്പോൾ പ്രിയ ദൈവത്തിന്റെ ജനമേ, നമ്മൾ ഇതിനു മുമ്പ് മനസ്സിലാക്കി, ദൈവം ആഗ്രഹിക്കുന്നത്, ഫസ്റ്റ് നാം ആഗ്രഹിക്കുന്നത്, ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നത്, ആദ്യം നമ്മൾ മനസ്സിലാക്കണം നമ്മൾ എവിടെയാണ് ഇന്ന് നിൽക്കുന്നത്. എന്തുകൊണ്ടാണ് കുടുംബങ്ങൾ കലഹമായി തീരുന്നത്? എന്തുകൊണ്ടാണ് ഭർത്താവിന് ഭാര്യയെ സ്നേഹിക്കാൻ കഴിയാത്തത്? എന്തുകൊണ്ടാണ് ഭാര്യയ്ക്ക് ഭർത്താവിനെ കീഴടങ്ങിയിരിക്കാൻ പറ്റാത്തത്? ഹല്ലേലൂയ. ദൈവത്തിന്റെ വചനം ആവർത്തിച്ച് പറയുന്ന ഒരു സംഭവം നിങ്ങൾക്ക് അറിയാമോ? ദൈവത്തിന്റെ വചനം ആവർത്തിച്ച് പറയുന്ന ഒരു സംഭവമുണ്ട്. പുരുഷന്മാരോട് സ്ത്രീയോടും, ഭാര്യമാരെ ഭർത്താക്കന്മാർക്ക് കീഴടങ്ങുവിൻ. കാരണം എന്തുകൊണ്ട് ആവർത്തിച്ച് പറയുന്നേ? കീഴടങ്ങാൻ പറ്റാത്ത ഒരു സ്വഭാവം സ്ത്രീയുടെ ഉള്ളിൽ നിക്ഷേപിക്കപ്പെട്ട് കഴിഞ്ഞു. എന്തുകൊണ്ടാ പുരുഷനോട് പറയുന്നത്? ആവർത്തിച്ച് പറയുന്നത്, പുരുഷന്മാരെ, ഭർത്താക്കന്മാരെ, നിങ്ങളുടെ ഭാര്യമാരെ സ്നേഹിക്കുക. കാരണം ഭാര്യമാരെ സ്നേഹിക്കാൻ പറ്റാത്ത അവസ്ഥ സംജാതമായി കഴിഞ്ഞു. ഇത് ഉണ്ടാക്കിയത് പിശാചാ. ഇത് രണ്ട് റിപ്പീറ്റ് ചെയ്യുക. അപ്പോൾ ഭാര്യയെ സ്നേഹിക്കാൻ പറ്റാത്ത പുരുഷനും ഭർത്താവിനെ കീഴടങ്ങാൻ പറ്റാത്ത സ്ത്രീയും, ഇത് രണ്ടും കൂടി ചേർന്ന ഒരു കുടുംബം എങ്ങനെ ഉണ്ടാവും? അഡ്ജസ്റ്റ്മെന്റ് അല്ലാതെ എങ്ങനെ പോകാൻ പറ്റും? നാല് ചുവരുകൾക്കുള്ളിൽ ഇനി പോകണമെങ്കിൽ അഡ്ജസ്റ്റ്മെന്റിലേ പറ്റൂ. കഴിഞ്ഞ ദിവസം ഒരു സഹോദരനോട് പറയാനുണ്ടായി, മുതലാളി തൊഴിലാളി ബന്ധം. ഈ തൊഴിലാളി എന്തൊക്കെ ചെയ്താലും കുഴപ്പമില്ല, എന്തൊക്കെ നശിപ്പിച്ചാലും കുഴപ്പമില്ല, മുതലാളി മിണ്ടാതിരിക്കുന്നു, വേറൊന്നും പറഞ്ഞില്ല. അഡ്ജസ്റ്റ് ചെയ്യാതെ ജീവിച്ചു പോകാൻ പറ്റത്തില്ല. മിണ്ടിപ്പോയ തൊഴിലാളി പറയും സലാം. മനസ്സിലായോ? അതുകൊണ്ട് എന്ത് ചെയ്യണം? എന്ത് ചെയ്താലും അങ്ങ് അഡ്ജസ്റ്റ് ചെയ്തോളുക. ഇതേപോലെ ഒരു അഡ്ജസ്റ്റ്മെന്റ് അല്ലേ കുടുംബജീവിതം? പലപ്പോഴും ഒരു അഡ്ജസ്റ്റ്മെന്റ് അല്ലേ? നമ്മുടെ നാട്ടിലൊരു കൺസ്ട്രക്ഷൻ നടത്തണമെങ്കിൽ, ആ കൺസ്ട്രക്ഷൻ പൂർത്തിയാക്കണമെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്തേ പറ്റത്തുള്ളൂ. ഇതുപോലൊരു അഡ്ജസ്റ്റ്മെന്റ് ആയിരിക്കരുത് കുടുംബജീവിതം. പരസ്പരം ദൈവം ആഗ്രഹിക്കുന്ന ബന്ധം കുടുംബജീവിതത്തിന്റെ ഉള്ളിലുണ്ടാകണം. രണ്ടുപേർ ഒത്തിട്ടല്ലാതെ എങ്ങനെ ഒരുമിച്ച് നടക്കാൻ പറ്റും? എങ്ങനെ ഒരുമിച്ച് നടക്കാതെ ഇവർക്ക് ഒരു ദർശനത്തിൽ കീഴിൽ കൊണ്ടുവരാൻ പറ്റും? പറഞ്ഞു കേട്ടോ, പുരുഷൻ അപ്പനെയും അമ്മയെയും വിട്ട് ഭാര്യയോട്,
ചേരും. അവർ രണ്ടും ഒന്നാകും. കാരണം ഒന്നായാലുള്ള ഗുണം എന്നാന്നറിയാമോ? ഇവർ രണ്ടുപേരുടെയും ദർശനം ഒന്നാ. ഇവർ രണ്ടുപേരുടെയും ദർശനം ഒന്നാ. ആദത്തിന് വേറെ ദർശനം, ഹൗവയ്ക്ക് വേറെ ദർശനം ഇല്ല. ആദത്തിന് മാത്രമേ ദർശനം കൊടുത്തുള്ളൂ. ഈ ആദത്തിന് ദർശനം കൊടുക്കുമ്പോ ആദത്തിന്റെ ഉള്ളിൽ ആരുണ്ടെന്നറിയോ? ആ വാരിയല്ല അതിന്റെ ഉള്ളിലുണ്ടെന്ന്. ഇനി വാരിയലിന് വേറെ പണി വേണ്ടെന്ന്. വാരിയലിന് ഓൾറെഡി പണി കൊടുത്തിട്ടുണ്ട്. ഇനി വാരിയൽ അതിൽ നിന്ന് പുറത്തെടുത്തെന്നും പറഞ്ഞോണ്ട് ഇനി വേറെ പണി വേണ്ട. മനസ്സിലായോ? ആമേൻ, ഹല്ലേലൂയ. വാരിയലിന് ഓൾറെഡി പണിയുണ്ട്. വാരിയലിന് അകത്തിരിക്കുമ്പോഴാ ദൈവം ഇവർക്ക് രണ്ടുപേർക്കും കൂടിയാ. ഹൗവയ്ക്ക് വേറെ പേരിട്ടില്ല, രണ്ടുപേർക്കും കൂടിയാ ദൈവം ആദോന്ന് പേരിട്ട്. രണ്ടുപേർക്കും കൂടി ആദോന്ന് പേരിട്ട്. ഉൽപ്പത്തി 5:2 നമ്മൾ വായിക്കുമ്പോ നമുക്ക് അവിടെ കാണുവാനായിട്ട് കഴിയും. ദൈവം പേരിട്ടപ്പോ രണ്ടുപേർ കൂടി പേരിട്ടു. ആണും പെണ്ണുമായി അവരെ സൃഷ്ടിച്ചു. സൃഷ്ടിച്ച നാളിൽ അവരെ അനുഗ്രഹിക്കുകയും, അവന് ആദം എന്ന് പേരിട്ടെന്നല്ല, അവർക്ക് ആദാം എന്ന് പേരിടുകയും ചെയ്തു. ആമേൻ. ആണിന്റെയും പെണ്ണിന്റെയും കൂടെ ഒറ്റ പേരായിരുന്നു ആദം. മനസ്സിലായോ? അവർക്ക് ആദം എന്ന് പേരിട്ടു. ആമേൻ, ഹല്ലേലൂയ, ഗ്ലോറി ടു ഗോഡ്. തുടർന്ന് ആദമാണ് തന്നെ ഏൽപ്പിച്ച സ്ത്രീക്ക് ഹൗവ എന്ന് പേരിടുന്നത്. ഗ്ലോറി ടു ഗോഡ്, ഹല്ലേലൂയ. അപ്പൊ സഹോദരിമാരിനി വേറൊരു വിഷം വേണോ? വേറൊരു പണി വേണോ? വേറെ ദർശനം വേണോ? ഓൾറെഡി പണി ദൈവം തന്നു കഴിഞ്ഞു. ആദത്തിന്റെ ദർശനം തന്നെയാണ് ഹൗവയുടെയും ദർശനം. മനസ്സിലായോ? ഇവർ ഈ ദർശനം പൂർത്തിയാണെങ്കിൽ ഇവർ എന്ത് വേണം? ഇവർ രണ്ടും കൂടെ ഒന്നാകണം. ഇതുകൊണ്ടാ പറഞ്ഞ ഈ മർമ്മം വലിയതാന്ന് പറഞ്ഞേ. മനസ്സിലായോ? ഇത് രണ്ടും കൂടി ഒന്നായിട്ട് ആ ദർശനം പൂർത്തീകരിക്കണം. കാരണം നിങ്ങൾ ഒരുവൻ 1000 ഓടിക്കുന്നുവെങ്കിൽ ഇരുവൻ 2000 അല്ല 10,000 ഓടിക്കാൻ പോകുന്നേ. അതിന്റെ ബലം വർദ്ധിക്കുകയാ, ബലം വർദ്ധിക്കുക. പക്ഷെ ഇന്ന് എന്തുകൊണ്ടാ കുടുംബജീവിതങ്ങൾ ഇതുപോലെ ആയത്? ആക്കിയതാ പിശാച്. കാരണം ഇവർ രണ്ടുപേരും ഒരിക്കലും ഒന്നിക്കരുത്. ഒന്നിച്ചാലേ ദൈവത്തിന്റെ പരിപാടി നടക്കത്തുള്ളൂ. ദൈവത്തിന്റെ പരിപാടി നടക്കത്തുള്ളൂ. ദൈവം തന്നെ മാസ്റ്റർ പ്ലാനിൽ ഒന്നുണ്ടാക്കി അതിനെ രണ്ടാക്കി. ഇനി നിങ്ങൾ രണ്ടുപേരും കൂടി പോയി പദ്ധതി ചെയ്യുക. പിശാച് എന്ത് ചെയ്യുന്നറിയാമോ? നിങ്ങൾ ഈ രണ്ടാക്കിയില്ലേ, ഈ രണ്ടും കൂടി കൂടിച്ചേരാതിരുന്നാ മതിയല്ലോ. ഇരുമ്പും കളിമണ്ണും പോലെ അങ്ങ് വെച്ച് കഴിഞ്ഞാൽ പിന്നെ കുഴപ്പമില്ലല്ലോ. ഹല്ലേലൂയ. ഇന്നത്തെ വർണ്ണ സംവിധാനം അങ്ങനത്തെയാ. ജനാധിപത്യവും അതുകൊണ്ട് കിങ്ഡവും രണ്ടും ഇതുകൂടി കൂടിച്ചേരത്തില്ല. രണ്ടും കൂടി രണ്ട് ഡയറക്ഷനില്ല, കൂടിച്ചേരത്തില്ല. ദാനിയേൽ പ്രവാചകന്റെ പുസ്തകത്തിലെ ബിംബം നോക്കിയാൽ അറിയാം, അവസാനം ഭരണം വരുമ്പോ രണ്ടും കൂടി മിക്സ് ആകും. കളിമണ്ണും ഇരുമ്പും കൂടി മിക്സ് ആയിട്ടാ പോരുന്നത്. ഒരിക്കലും കൂടിച്ചേരത്തില്ല. അപ്പൊ പിശാച് പറഞ്ഞു, ഇത് രണ്ടും കൂടി കൂടിച്ചേർന്ന് ഇവർക്ക് ദർശനം ഒന്നല്ല കൊടുത്തിരിക്കണേ, രണ്ടിനെ ഞാൻ കൂടിച്ചേർക്കത്തില്ല. വിവാഹ ശുശ്രൂഷയുടെ കൂട്ടിച്ചേർക്കാണല്ലോ. കൂട്ടിച്ചേർന്നാലും അകത്ത് കൂടിച്ചേരാത്ത രീതിയിൽ ഞാൻ ചെയ്തോളാം. ശരീരം കൂടിച്ചേർന്നാൽ ഇവരുടെ ചിന്ത എന്ന് പറയുന്ന ആകപ്പാടെ ശരീരം കൂടിച്ചേർന്ന ചിന്തയിലെ കല്യാണം കഴിക്കുന്നത്. പക്ഷെ ദൈവത്തിന് വേണ്ടത് മനസ്സ് കൂടിച്ചേരാ ദർശനം ചേരുവോ? മനസ്സ് കൂടിച്ചേരാ ദർശനം തരുവോ? പുരുഷന്റെ മനസ്സ് ഒരു സ്ഥലത്തേക്കും സ്ത്രീയുടെ മനസ്സ് വേറൊരു സ്ഥലത്തേക്കും. ശരീരം സെക്ഷൽ സാക്ഷാത്കാരത്തിനായി ശരീരം കൂടിച്ചേർന്നാലും ഇവരുടെ മനസ്സ് കൂടിച്ചേരത്തില്ല. ഭാര്യ വരെ ചേച്ചാ അത് ചെയ്യാം, ഭർത്താവ് പറയും നോ അത് ചെയ്യണ്ട. ഭൗതിക കാര്യങ്ങൾക്ക് ഇങ്ങനെയാണെങ്കിൽ പിന്നെ ഇവരങ്ങനെ ആത്മീയ കാര്യത്തെ കുറിച്ച് ചിന്തിക്കും. ഇവരതിനെ കുറിച്ച് ചിന്തിക്കുന്ന വിഷയമില്ല. ഒരു ബോഷനെ പോലെ പോവുകയാ. ദൈവം ഒരിക്കലും തന്റെ മക്കളെ ശപിച്ചില്ല. മനോഹരമായ രംഗമാ, ശപിച്ചില്ല. എന്നാൽ പിശാച് പറഞ്ഞു ചേർത്തു, ദൈവം മക്കളെ അങ്ങ് ശപിച്ചു. അല്ലെങ്കിൽ ഉൽപ്പത്തി പുസ്തകത്തിൽ 3-ാം അധ്യായം 14 മുതൽ വാക്യങ്ങൾ വായിക്കുമ്പോ ദൈവം ശപിച്ചത് ആകപ്പാടെ ശപിച്ചത് പാമ്പിനെ ഉള്ളൂ. പാമ്പിനെ മാത്രമേ ശപിച്ചുള്ളൂ. ഹല്ലേലൂയ. കാരണം എന്റെ യോവനെ കുഞ്ഞിനെ ശപിക്കാൻ എനിക്ക് പറ്റുമോ? ഹല്ലേലൂയ. ഇവനെ ശപിച്ചില്ല, പാമ്പിനെ മാത്രമേ ശപിച്ചുള്ളൂ. അവിടെ പാമ്പിനോട് പറയാം, നീ ഇത് ചെയ്തത് കൊണ്ട് ഏത് ആത്മീയ കുടുംബത്തെ പിന്നുന്ന നാളിൽ നീ മരിക്കുമെന്ന് പറഞ്ഞു. അതായത് ആത്മ കുടുംബത്തിൽ മരിക്കും. ദൈവത്തിന് സെപ്പറേറ്റ് ചെയ്യാൻ നീ അത് ചെയ്തത് കൊണ്ട് പാമ്പിനെ ശപിച്ചു. പ്രിയരെ മനസ്സിലാക്കി, ദൈവം നമ്മളെ ശപിച്ചിട്ടില്ല. ആമേൻ, ഹല്ലേലൂയ. ശാപം എന്ന് വെച്ചാൽ പിശാചിന്റെ സാന്നിധ്യം, അനുഗ്രഹം എന്ന് വെച്ചാൽ ദൈവത്തിന്റെ സാന്നിധ്യം. ഗ്ലോറി, ഹല്ലേലൂയ. ദൈവം ശപിച്ചത് പാമ്പിനെയാണ്. ആമേൻ, ഹല്ലേലൂയ. എന്നിട്ട് പറഞ്ഞു നീ പൊടി തിന്നും എന്ന് പറഞ്ഞു. ഹല്ലേലൂയ.
അത് കഴിഞ്ഞിട്ട് 14ഉം 15ഉം പാമ്പിനുള്ള ശാപവാക്തത്വങ്ങളാണ്, ശാപങ്ങളാ പാമ്പിന്റെ. പക്ഷേ തുടർന്ന് നമ്മൾ 16 താഴേക്ക് ഭാഗങ്ങളിലേക്ക് നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് അവിടെ കാണുവാനായിട്ട് കഴിയും. ഞാൻ വായിക്കാം, ശ്രദ്ധിച്ചാട്ടെ. 3-ാം അധ്യായം അതിന്റെ 14-ാം വാക്യത്തിൽ യഹോവയായ ദൈവം പാമ്പിനോട് കൽപ്പിച്ചതു, നീ ഇത് ചെയ്തത് കൊണ്ട് എല്ലാ കന്നുകാലികളിലും എല്ലാ കാട്ടുമൃഗങ്ങളിലും വെച്ച് നീ ശപിക്കപ്പെട്ടിരിക്കുന്നു. നീ ഉരസുകൊണ്ട് ഗമിച്ച് നിന്റെ ആയുഷ്കാലമൊക്കെയും പൊടി തിന്നും. ഞാൻ നിനക്ക് സ്ത്രീക്കും നിന്റെ സന്തതിക്കും അവരുടെ സന്തതിക്കും തമ്മിൽ ശത്രുത്വം ഉണ്ടാക്കും. അവൻ നിന്റെ തല തകർക്കും, നീ അവന്റെ കുതികാൽ തകർക്കും. നീ ശപിക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞ ആരോടാ? പാമ്പിനോടാ. പറഞ്ഞേ, ദൈവം പാമ്പിനെ ശപിച്ചിട്ടുള്ളൂ, ദൈവം എന്നെ ശപിച്ചിട്ടില്ല. ദൈവം പാമ്പിനെ ശപിച്ചിട്ടുള്ളൂ. ആമേൻ. ഇനി അടുത്തത്, മക്കൾക്ക് ശാപമല്ല, മക്കൾക്ക് ശിക്ഷയാണ്. ശ്രദ്ധിക്കുക, മക്കൾക്ക് ശാപമല്ല, മക്കൾക്ക് എന്റെ മക്കൾ എന്തെങ്കിലും ചെയ്താൽ അവനെ ശപിക്കുകയല്ല, അവരെ ഞാൻ എന്താ ചെയ്യുക? ശിക്ഷിക്കുക. ദൈവം പറയാ ആദത്തിന്റെ ഹവ്വയ്ക്കുള്ള ശിക്ഷ. ശിക്ഷ എന്തിനാണെന്നറിയാമോ? മടങ്ങി വരാനാ. ഹവ്വയ്ക്കുള്ള ശിക്ഷ എന്താ പറയാ? ദൈവം പറയാ സ്ത്രീയോട്, ദൈവം സ്ത്രീയോട് കൽപ്പിച്ചതോ, ഞാൻ നിനക്ക് ഇത് ചെയ്യണ ആരാ? ദൈവം. ഞാൻ നിനക്ക് കഷ്ടവും ഗർഭധാരണവും ഏറ്റവും വർദ്ധിപ്പിക്കും. നീ വേദനയോടെ മക്കളെ പ്രസവിക്കും. ശ്രദ്ധിക്കുക, നീ വേദനയോടെ മക്കളെ പ്രസവിക്കും. ശിക്ഷിക്കുമ്പോ കുഞ്ഞുങ്ങൾക്ക് എന്ത് ചെയ്യും? എന്തുണ്ടാവും? കർത്താവ് എന്താ പറയണേ? നീ നിന്നെ ഞാൻ വേദനിപ്പിക്കും, നിന്നെ ഞാൻ വേദനിപ്പിക്കും. കാരണം നീ ചെയ്തത് തെറ്റാ, നിന്നെ ഞാൻ വേദനിപ്പിക്കും. മനസ്സിലാവുന്നുണ്ടോ? ആമേൻ. ഇനി കർത്താവ് പറയുന്നത്, ഇപ്പോ നീ ഇത് ചെയ്തത് കൊണ്ട് നിന്റെ ജീവിതത്തിലുള്ള അവസ്ഥ ഇനി പറയാൻ പോണേ. ഇനി കർത്താവ് കാണുന്നതാ പറയാൻ പോണേ. ആമേൻ. ഇനി കർത്താവ് പറയാൻ പോണേ, കർത്താവ് കാണുന്നതാ. ഇനി പറയുന്നത് കർത്താവ് കാണുന്ന നിന്റെ ആഗ്രഹം നിന്റെ ഹസ്ബൻഡിനോടാകും. ട്രാൻസ്ലേഷൻ മിസ്റ്റേക്ക്. ആമേൻ. ഹല്ലേലൂയ. ആ ട്രാൻസ്ലേഷൻ ഇങ്ങനെയാണ് നിങ്ങൾ മനസ്സിലാക്കി. ലിവിംഗ് ബൈബിളില്, യു വിൽ ട്രൈ ടു കൺട്രോൾ യുവർ ഹസ്ബൻഡ്സ്. ഇവിടുത്തെ അവസ്ഥയാണ് ദൈവം പറയുന്നത്. നീ നിന്റെ ഭർത്താവിനെ കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കും. ഏത് സ്ത്രീക്കും തന്നിലേക്ക് തിരിഞ്ഞു നോക്കി അറിയാൻ പറ്റും. ദൈവം കാണുന്ന അവസ്ഥയാണ് പറയുന്നത്. തിരിഞ്ഞു പറയുക, അവൻ നിന്നെ ഭരിക്കും. ഫൈറ്റ്. ശ്രദ്ധിക്കുക, രണ്ട് രാജ്യത്തിന്റെ എബിലിറ്റികൾ തമ്മിലുള്ള ക്ലാഷ് ആയി കാണുന്നേ. എന്തുകൊണ്ട് സംഭവിച്ചു? തുടർന്ന് ദൈവം താഴേക്ക് പറയാ, നീ നിമിത്തം, ആടത്തോട് പറയാ, നീ നിമിത്തം ഭൂമി ശപിക്കപ്പെട്ടിരിക്കുന്നു. അതിന്റെ അർത്ഥം എന്ന് പറയുന്നത്, നീ നിമിത്തം നിനക്ക് തന്ന ഭൂമിയിൽ പിശാച് ആധിപത്യം ഏറ്റെടുത്തു. നീ നിമിത്തം നിനക്ക് തന്ന ഭൂമിയിൽ പിശാച് ആധിപത്യം ഏറ്റെടുത്തു. നിന്റെ അധികാരത്തിലുള്ള ഭൂമിയിൽ പിശാച് ആധിപത്യം ഏറ്റെടുത്തു. അതുകൊണ്ട് എന്താ സംഭവിക്കാൻ പോണേ? ശ്രദ്ധിക്കുക. അതുകൊണ്ട് സംഭവിക്കാൻ പോകുന്ന കാര്യം എന്ന് പറഞ്ഞാൽ, ഹവ്വ പിശാചിനെ അനുസരിച്ചു. അതുകൊണ്ട് സംഭവിക്കാൻ പോകുന്നത്, ഇനി ഇതേ ഇൻഫ്ലുവൻസ് ഹവ്വയിൽ എപ്പോഴും ഉണ്ടാകും. നീ എപ്പോഴും നിന്റെ ഭർത്താവിനെ കൺട്രോൾ ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കും. അത് ദൈവത്തിന്റെ ശാപമല്ല, അത് ദൈവത്തിന്റെ ശിക്ഷയുമല്ല, അത് അവസ്ഥയാ. നീ അത് ചെയ്തത് കൊണ്ട് പിശാച് നിന്റെ മേൽ ഇൻസർട്ട് ചെയ്തിരിക്കുന്ന ആ അവസ്ഥ നിന്റെ കൺട്രോളിനെ, നിന്റെ ഹസ്ബൻഡിനെ കൺട്രോൾ ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കും. ഇത് പിശാച് ഇൻസ്റ്റിറ്റ്യൂട്ട് ചെയ്ത. അപ്പോൾ തന്നെ ദൈവം പറയുക, ഞാൻ ആദത്തിൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ചെയ്ത മറ്റൊന്നുണ്ട്. ഇവൻ കുടുംബം ഭരിക്കാൻ ഞാൻ നിയമിച്ചതാ, ഇവൻ നിന്നെ ഭരിക്കുകയും ചെയ്യും. ആമേൻ. അപ്പോ രണ്ടും കൂടി അങ്ങനെ ക്ലാഷ് ആകുകയാ. ഒന്ന്, കീഴ്പ്പെട്ടിരിക്കേണ്ട സഹായി മാനേജറുടെ അവസ്ഥയിലേക്ക് വരികയാ, കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കുക. അതോടൊപ്പം തന്നെ മാനേജറായി ദൈവം നിയമിച്ച വ്യക്തി മാനേജർ ആകാൻ വേണ്ടി ശ്രമിക്കുകയാണ്. ശ്രദ്ധിക്കുക. ഗ്ലോറി ടു ഗോഡ്. ഇത് രണ്ടും കൂടി അങ്ങ് ക്ലാഷാ, രണ്ടും കൂടി വരികയാ. ഇങ്ങനെ വരുമ്പോൾ എന്ത് സംഭവിക്കും? ഇവർക്ക് ഒരിക്കലും ഒന്നാകാൻ പറ്റത്തില്ല. ഒന്നാകാൻ പറ്റത്തില്ല. സഹോദരിമാരെ, നിങ്ങൾ ശ്രദ്ധിച്ചോ, നിങ്ങൾ റിസീവറാണ്. എന്ത് റിസീവ് ചെയ്തോ അത് മൾട്ടിപ്ലൈ ചെയ്യാനുള്ള ഫെസിലിറ്റിയാണ് ദൈവം നിങ്ങൾക്ക് തന്നിരിക്കുന്നത്. നിങ്ങളുടെ ജീവിതത്തേക്ക് നോക്കിയാൽ നിങ്ങൾക്ക് അറിയാം, നിങ്ങൾ എന്തും പുരുഷൻ തരാതെ നിങ്ങൾക്ക് മൾട്ടിപ്ലൈ ചെയ്യാൻ പറ്റത്തില്ല.
ഇനി ഈ ലോക സിസ്റ്റം അത് നിങ്ങളെ അനുവദിച്ചാലും നിങ്ങൾ മറ്റൊരാളായി മാറുകയായി. എന്തും നിങ്ങൾക്ക് തന്നാലേ നിങ്ങൾക്ക് മൾട്ടിപ്ലൈ ചെയ്യാൻ പറ്റും. ഒരിക്കലൊരു ദൈവദാസൻ തമാശ രൂപയാണെങ്കിൽ ഇങ്ങനെ പറയുണ്ടായി, ഒരു സ്ത്രീക്ക് ഒരു വേർഡ് കൊടുത്താൽ മതി, ആ വേർഡിനെ ആ സ്ത്രീ ഒരു സെന്റൻസ് ആക്കി മാറ്റുന്നത്. ആ സ്ത്രീക്ക് ഒരു സെന്റൻസ് കൊടുത്താൽ മതി, ആ സെന്റൻസിനെ വലിയൊരു എസ്സേ ആക്കി തരും. ഒരു എസ്സേ കൊടുത്താൽ മതി, ഒരു നീണ്ട കഥയാക്കി തരും. ഒരു നീണ്ട കഥ കൊടുത്താൽ ഒരു പ്രബന്ധമാക്കി തരും. കാരണം ഇറ്റ്സ് എ ബ്ലെസ്സിങ്, ഇറ്റ്സ് എ മൾട്ടിപ്ലിക്കേഷൻ പാർട്ട്. ആമേൻ. ഒരല്പം അരി കൊടുത്താൽ മതി, അവരത് ചോറാക്കി തരും. ഒരല്പം വെജിറ്റബിൾ കൊടുത്താൽ മതി, ഒരു കറിയാക്കി തരും. പുരുഷൻ ഒരു സ്പേം തന്നാൽ മതി, ഒരു കുട്ടിയെ തിരിച്ചു കൊടുക്കും. എന്തും മൾട്ടിപ്ലൈ ചെയ്ത് കൊടുക്കും. ദൈവം തന്ന അനുഗ്രഹമായത്. ശ്രദ്ധിച്ചോ സഹോദരന്മാരെ, നിങ്ങൾക്കൊരു സ്ത്രീയിൽ നിന്ന് സ്നേഹം കൊടുക്കണം. സ്നേഹം വേണോ? നിങ്ങൾക്ക് സ്നേഹം കിട്ടാത്തതിന്റെ കാര്യം എന്താണെന്നറിയാമോ? അവർക്ക് ആകപ്പാടെ അറിയാവുന്നത് എന്താണോ നിങ്ങൾ കൊടുക്കുന്നത് അത് മൾട്ടിപ്ലൈ ചെയ്ത് തിരിച്ചു തരാനാണ്. എന്താണോ നിങ്ങൾ കൊടുക്കുന്നത് അത് മൾട്ടിപ്ലൈ ചെയ്ത് തിരിച്ചു തരാനാണ്. കർത്താവിന്റെ വചനം റിപ്പീറ്റ് ചെയ്ത് നമ്മളോട് എന്താ പറയണേ? റിപ്പീറ്റ് ചെയ്ത് ഭർത്താക്കന്മാരോട് എന്താ പറയണേ? ഗീവ് ദം ലവ്. അവർക്ക് സ്നേഹം കൊടുക്ക, അവർക്ക് സ്നേഹം കൊടുക്ക, അവർക്ക് സ്നേഹം കൊടുക്ക, അവർക്ക് സ്നേഹം കൊടുക്ക, അവർക്ക് സ്നേഹം കൊടുക്ക. എന്തിനാണെന്നറിയാമോ? അത് മൾട്ടിപ്ലൈ ചെയ്ത് നിനക്ക് മടക്കി തരാൻ. മനസ്സിലായോ? മനസ്സിലായോ? എന്തവർക്ക് കൊടുക്കുന്നു അവർ മൾട്ടിപ്ലൈ തിരിച്ചു തരും. അമ്മേ, നിങ്ങൾ എന്തുകൊണ്ടാണെന്നറിയാം ഫ്രസ്ട്രേഷൻ, ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന എവിടെന്ന്? നിങ്ങളൊരു അരി കൊടുത്താൽ അത് വലുതാക്കി അവർ തരുമെങ്കിൽ നിങ്ങളൊരു അല്പം ഫ്രസ്ട്രേഷൻ കൊടുത്തു നോക്ക്. ഒരല്പം ബുദ്ധിമുട്ടൊന്ന് കൊടുത്തു നോക്ക്. അവർക്ക് ആകപ്പാടെ അറിയാവുന്ന എന്താ കൊടുക്കുന്നത് അത് മൾട്ടിപ്ലൈ ചെയ്ത് തിരിച്ചു തരിക. കുടുംബങ്ങൾ കലഹം ഇതുകൊണ്ട്. മനസ്സിലായോ? ഇതവരുടെ നേച്ചറാണ്. ആമേൻ. ഗ്ലോറി ടു ഗോഡ്. ഹല്ലേലൂയ. ഇത് നാം മനസ്സിലാക്കി പ്രവർത്തിക്കണം. ദൈവം വെച്ച വ്യവസ്ഥയിൽ തന്നെ നിൽക്കണം. ദൈവം ഇവരെ ഡിസൈൻ ചെയ്ത് റിസീവ് ചെയ്യാനാണ്. നിങ്ങൾക്കറിയോ ആരിൽ നിന്ന് റിസീവ് ചെയ്യാനാണെന്നറിയാമോ? പുരുഷൻ നിന്ന് റിസീവ് ചെയ്യണം. ആമേൻ. ഇവരുടെ പേര് പോലും ഇവർ ആരിൽ നിന്ന് റിസീവ് ചെയ്തേക്കണെന്നറിയാമോ? പുരുഷനിൽ നിന്ന് റിസീവ് ചെയ്തേ. പുരുഷൻ ആരിൽ നിന്ന് റിസീവ് ചെയ്യണമെന്നറിയാമോ? ദൈവത്തിൽ നിന്ന് റിസീവ് ചെയ്യണം. ആമേൻ. എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാൽ ദൈവം ആരോടെ ചോദിക്കണമെന്നറിയാമോ? കുടുംബത്തിൽ സ്ത്രീയോടല്ല, പുരുഷനോടാണ്. അതുകൊണ്ട് പുരുഷന്മാർക്ക് ഉത്തരവാദിത്വം ഉണ്ടെന്ന് മനസ്സിലായോ? ആമേൻ. ചോദിക്കാൻ പോണത് പുരുഷനോടാ. ആദത്തിന്റെ ഹവ്വയുടെയും ജീവിതത്തിൽ പ്രശ്നം ഉണ്ടായി. ഹവ്വയാണ് പ്രശ്നത്തിന്റെ തുടക്കം. അവിടെ പിശാചിന്റെ കൺവെൻഷനിൽ പോയതാ പ്രശ്നം ഉണ്ടാക്കിയത്. പക്ഷെ ഹവ്വയോട് ചോദിച്ചില്ല. ചോദിച്ചത് ആരോടാ? നീ എന്തിനാ കൺവെൻഷൻ വിട്ടേന്നുള്ള ചോദ്യാ. മനസ്സിലായോ? അപ്പൊ ചോദിക്കേണ്ടവരോടെ ദൈവം ചോദിക്കൂ. മനസ്സിലായോ? അപ്പോൾ മനസ്സിലാക്കിക്കോ, ഹെൽപ്പറായിട്ടാണ് ദൈവം. നിത്യജീവനിൽ രണ്ടുപേരും ഈക്വൽ പങ്കാളികളാണ്. എന്നാൽ ഭൂമിയിലെ പ്രൊജക്റ്റുമായുള്ള ബന്ധത്തിൽ ഹെൽപ്പറായിട്ട് നിർത്തിയിരിക്കുന്ന വ്യക്തി. നിങ്ങൾക്കറിയാമോ, ഒരു സ്ഥാപനം, ആ സ്ഥാപനത്തില് ബേറിന്റെ സ്ഥാപനം കൂട്ടിക്കോ, ഒരു ഹെൽപ്പറുണ്ട്. ബേറ് പറഞ്ഞൊക്കെ ഹെൽപ്പർ ചെയ്യും, എല്ലാം ചെയ്യും. ഒരിക്കലും ബേറിന്റെ അവസ്ഥ വല്ലാതെയായി. ഹെൽപ്പർ ബേറിന്റെ കാര്യങ്ങളൊക്കെ പഠിച്ചു, പക്ഷെ ബേറിന് ഇപ്പൊ ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിൽ നിൽക്കുകയാണ്. ഉടനെ ഹെൽപ്പറാണ് കാര്യങ്ങളൊക്കെ നടത്തിക്കൊണ്ട് പോണേ. മുതലാളിക്ക് എന്തെങ്കിലും വേണമെങ്കിൽ ഹെൽപ്പറോട് ചോദിക്കണം. ഈ അവസ്ഥയിൽ ഹെൽപ്പർ ആരാകുമെന്ന് അറിയാമോ? ഹെൽപ്പർ ഒരു നിഗളിയായി മാറും. ആളും കൊടുക്കേണ്ടവൻ കൊടുക്കാതെ കൊടുക്കേണ്ടവരിൽ നിന്ന് കാര്യങ്ങൾ റിസീവ് ചെയ്യാൻ പോയാൽ നിഗളിയായി മാറും.
ഹെൽപ്പർ നിഗളിയായി മാറും. ശ്രദ്ധിച്ചോ, കുടുംബത്തെ പോറ്റുവാൻ, കുടുംബത്തെ നടത്തുവാൻ ദൈവം നിയമിച്ചാക്കിയത് സ്ത്രീയെ അല്ല, പുരുഷനെയാണ്. സ്ത്രീ കുടുംബം നയിക്കാൻ തുടങ്ങിയാൽ അവര് പോലും അറിയാതെ എന്തു വർദ്ധിച്ചോ. നിഷ്കളങ്കനായി ദൈവം സൃഷ്ടിച്ച ലൂസിഫർ അറിയാമോ? ലൂസിഫറിന് പോലും നിഗളം ഉണ്ടായത് എപ്പോഴാണെന്നറിയോ? അവന് ചിലതൊക്കെ വർദ്ധിക്കാൻ തുടങ്ങി, അവന് സൗന്ദര്യം വർദ്ധിക്കാൻ തുടങ്ങി, അവന് ജ്ഞാനം വർദ്ധിക്കാൻ തുടങ്ങി, അവന്റെ ഹൃദയം നിഗളത്താൽ നിറഞ്ഞു. പൗലോസിനെ കുറിച്ചും പറയുന്നത് കേട്ടില്ലേ? വെളിപ്പാടുകളുടെ ആധിക്യ നിമിത്തം ഞാൻ നിഗളിച്ചു പോകാതിരിപ്പാൻ. അപ്പൊ എന്ത് വർദ്ധിച്ചാലും നിഗളം ഉണ്ടാകും. ആമേൻ. പുരുഷനാ സ്ത്രീയെ പോറ്റി പുലർത്തേണ്ടേ. വിവാഹത്തിൽ ആ ഉടമ്പടിയാണ് നമ്മൾ പറഞ്ഞത്, വചനത്തിലുള്ളത്. പകരം സ്ത്രീ അത് ചെയ്യാൻ തുടങ്ങിയ സ്ത്രീ പോലും അറിയാതെ നിഗളം വർദ്ധിക്കും, നിഗളം വർദ്ധിക്കും. സ്ത്രീ പോലും അറിയാതെ നിഗളം വർദ്ധിക്കും. പിന്നെ കീഴടങ്ങിയിരിക്കുവാൻ ബുദ്ധിമുട്ടായിത്തീരും. കീഴടങ്ങിയിരിക്കാൻ പറ്റത്തില്ല. ഗ്ലോറി, ഹല്ലേലൂയ. കാരണം പുരുഷന്റെ റോള് ചെയ്യാതിരിക്കുമ്പോ സ്ത്രീ ആ റോളിലേക്ക് കയറും. സ്ത്രീ ആ റോളിലേക്ക് കയറി കഴിഞ്ഞാൽ അവർക്ക് കീഴടങ്ങിയിരിക്കുവാനുള്ള മനസ്സുണ്ടാകത്തില്ല. ഓട്ടോമാറ്റിക് ഒരു യഹോവ ഭക്തയായ യഥാർത്ഥ ഭക്തയായ സ്ത്രീ അല്ലെങ്കിൽ ആ സ്ത്രീ ഉയരുവാൻ തുടങ്ങും. ആമേൻ. അത് സ്ത്രീ ആയാലും ശരി, പുരുഷനായാലും ശരി, ആമേൻ, അവരവർ ചെയ്യുവാൻ തുടങ്ങിയാൽ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായി, നമ്മൾ പറഞ്ഞു കേട്ടിട്ടുണ്ടോ? ആ കാര്യങ്ങളെല്ലാം കഴിയുമ്പോ ഞാൻ അപ്പോഴേ പറഞ്ഞതല്ലേ, കാരണം എനിക്കത് അറിയാമായിരുന്നല്ലോ. ആ വാക്ക് തന്നെ അവരുടെ പ്രൈഡിൽ നിന്ന് കടന്നു വരുന്നതാണ്. ഞാൻ അപ്പോഴേ പറഞ്ഞതല്ലേ. ഞാൻ എന്റെ കുഞ്ഞുങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, നിനക്കൊരു കാര്യം അറിയാമെങ്കിൽ പോലും വേറൊരു വ്യക്തി ആ കാര്യം പറയുമ്പോൾ ആ വ്യക്തിയേക്കാൾ നന്നായി നിനക്കറിയാം എങ്കിൽ പോലും മിണ്ടാതിരുന്ന് കേട്ടുകൊള്ളണം, നീ ഒന്നും അറിയില്ലാത്തവനെ പോലെ. ആമേൻ, ഹല്ലേലൂയ. ഞാൻ അപ്പോഴേ പറഞ്ഞതല്ലേ. ഈ വാക്ക് എവിടെ നിന്ന് വരുന്നതെന്നറിയാമോ? ഫ്രോം ദ പ്രൈഡ്, നിഗളത്തിൽ നിന്ന് കടന്നു വരുന്നതാണ്. ഹല്ലേലൂയ. നിഗളമാണ്. ഈ നിഗളം വന്നാൽ പിന്നെ കുഞ്ഞുങ്ങളെ, നിങ്ങളുടെ കുടുംബം സമാധാനം ഉണ്ടാകത്തില്ല. കാരണം സകല ജഡപ്രവൃത്തിയുടെ രാജാവ് ആരാണെന്ന് അറിയാമോ? നിഗള. ജഡപ്രവൃത്തികൾക്ക് രാജാവ് ഉണ്ടെങ്കിൽ ആ രാജാവിന്റെ പേരാണ് നിഗളം, പ്രൈഡ്. ആമേൻ, ഹല്ലേലൂയ. ഈ പ്രൈഡ് ആരംഭിച്ചത് ഭൂമിയിൽ വെച്ചല്ല. പ്രൈഡ് ആരംഭിച്ചത് മനുഷ്യനിലും അല്ല. പ്രൈഡ് ആരംഭിച്ചത് പിശാചില. പ്രൈഡ് ഒരു വ്യക്തിയിൽ വന്ന ദൈവത്തിന്റെ വചനം പറയുന്നു, പിന്നെ പിശാചിന് ആ വ്യക്തിയിൽ പണിയില്ല എന്ന്. പാരഫ്രൈസ് ചെയ്യുക. കാരണം ദൈവം തന്നെ ആ വ്യക്തിയോട് എതിർത്ത് നിൽക്കുന്നു. പിശാചിനെ എതിർത്ത് നിൽക്കണ്ടേ, ദൈവം അവനെ എതിർത്ത് നിൽക്കുന്നേ. ഗ്ലോറി ടു ഗോഡ്, ഹല്ലേലൂയ. അപ്പോ പ്രിയ ദൈവത്തിന്റെ ജനമേ, നാം മനസ്സിലാക്കേണ്ട കാര്യം, പുരുഷനെ ദൈവം ഏൽപ്പിച്ച പണി പുരുഷൻ ചെയ്യുക. ആമേൻ. സ്ത്രീ എന്ന് വെച്ചാൽ റിസീവറാ, സ്ത്രീ ഗീവർ അല്ല. സ്ത്രീ ഗീവർ ആകുന്ന സെക്കൻഡറിയാ. പുരുഷൻ കൊടുക്കുന്നതിനെ ആ സ്ത്രീ മൾട്ടിപ്ലൈ ചെയ്യും. തന്റെ വ്യക്തിപരമായ ജീവിതത്തിൽ, തന്റെ ഗർഭപാത്രത്തിൽ, തന്റെ എല്ലാ അവസ്ഥകളിലും സ്ത്രീ മൾട്ടിപ്ലൈ ചെയ്ത് പുരുഷന് തിരിച്ചു കൊടുക്കും. പേരിടാൻ പുരുഷന് തിരിച്ചു കൊടുക്കും. അവേ പുരുഷൻ വിളിക്കുന്നതെല്ലാം പേരാകും. ഗ്ലോറി ടു ഗോഡ്, ഹല്ലേലൂയ. അപ്പോൾ ഈ കൂട്ടത്തിൽ ആയിരിക്കുന്ന ദൈവഭക്തിയായ സ്ത്രീകൾ മനസ്സിലാക്കുക, ഒരുപക്ഷെ നിങ്ങൾക്ക് നിങ്ങളുടെ ഭർത്താവിനേക്കാൾ ബുദ്ധി ഉണ്ടാകാം. അത് തന്ന എന്തിനാണെന്നറിയാമോ? ഒരുപക്ഷെ നിങ്ങളുടെ ഭർത്താവിന് ബുദ്ധി കുറഞ്ഞത് കൊണ്ടാണ്. കാരണം നിങ്ങൾ ചേർന്നിരുന്ന് ദൈവത്തിന്റെ ഇഷ്ടം ചെയ്തെടുക്കാനാണ്. ഭർത്താവിന്റെ ബലഹീനതയായിരിക്കണം ഭാര്യയുടെ ബലം. ആമേൻ, ഹല്ലേലൂയ. ഭാര്യയുടെ ബലഹീനതയായിരിക്കണം ഭർത്താവിന്റെ ബലം. ഗ്ലോറി ടു ഗോഡ്. ഒരു ഭാഗത്ത് ഭാര്യ വീക്കാണെങ്കിൽ, കണ്ടിട്ടില്ലേ, ഈ നാട്ടിൽ വാഴയൊക്കെ വെക്കുന്നിടത്ത് കണ്ടു കഴിഞ്ഞാൽ ഒരു കാറ്റ് വരുമ്പോ ഈ വാഴ ഇങ്ങനെ താഴേക്ക് പോകും. കാരണം വാഴ ബലഹീനയായ ഒരു ചെടിയാ. ഏമേ, അപ്പൊ ബുദ്ധിയുള്ളവൻ എന്നാ ചെയ്യും? ആ ഒരു കവര എടുത്തുകൊണ്ട് വന്നിട്ട്, ഒരു കവര എന്ന് വെച്ചാൽ മരം എടുത്തുകൊണ്ട് വന്നിട്ട് കവരയാക്കി അതിലങ്ങ് പിടിപ്പിക്കും. ഏമേ, ഇപ്പൊ വാഴയുടെ ബലം എന്തായി? ആ കവരയുടെ ബലം. ഇനി ആദ്യം കവരെ തട്ടി താഴെ ഇട്ടാലേ വാഴ താഴെ പോകൂ. കാറ്റേ, നീ വെറുതെ ഇരി. മനസ്സിലായോ? ഇതുപോലെയാണ് ഭാര്യ ഭർത്താക്കന്മാർ. ഭർത്താവിന്റെ ബലഹീനത, ഒരു ഭർത്താവിന്റെ ബലഹീനത കണ്ട് ഓ മണ്ടനായ മനുഷ്യൻ എന്ന് പറഞ്ഞ് നടക്കരുത്. ആമേ,
കുഞ്ഞേ, പുള്ളിയുടെ മണ്ടത്തരമാണ് നിന്റെ ബുദ്ധി. ഭർത്താവിനെ കുറിച്ച് ഒരു വ്യക്തിയുടെ അടുക്കൽ പോലും, ഒരു സ്നേഹിതയുടെ അടുക്കൽ പോലും, എത്ര ആത്മാർത്ഥതയുള്ള സ്നേഹിതയാണെങ്കിൽ പോലും ഡോണ്ട് ഓപ്പൺ. കാരണം നിങ്ങൾ തമ്മിൽ ഒരു ശരീരമാണ്. സ്വന്തം ശരീരത്തെ ഇതാ ചീഞ്ഞു എന്ന് പറഞ്ഞ് മണത്തു നോക്കാൻ പറയത്തില്ല മറ്റുള്ളവരോട്. ശരിയല്ലേ? ഇതുപോലെ ഭാര്യയുടെ കുറവ്, ഹല്ലേലൂയ, ഭാര്യയുടെ കുറവ് എവിടെ ഉണ്ടാവണോ അവിടെ ഭർത്താവ് ഒരു ബലമായി തീരണം, ഒരു കവരയായി തീരണം. ഭാര്യയുടെ കുറവുകൾ പോയി കൂട്ടുകാരന്മാരോടോ സ്നേഹിതന്മാരോടും പോയി പറയാൻ പാടില്ല. ഹല്ലേലൂയ. ഭാര്യയുടെ കുറവുണ്ടെങ്കിൽ കുഞ്ഞാ നിന്റെ കുറവാ. കാരണം നിന്റെ ശരീരമാ. നിങ്ങൾ രണ്ടല്ല, ഒന്നാ, ഒരു ശരീരമാണ്. മനസ്സിലായോ? ഗ്ലോറി ടു ഗോഡ്. ഹല്ലേലൂയ. അപ്പൊ രണ്ടുപേരും പുരുഷന്റെ പാർട്ട് ചെയ്യുക, ദൈവം ഏൽപ്പിച്ച പാർട്ട് ചെയ്യുക. എന്തിനാണ് നിങ്ങളെ കൂട്ടി യോജിപ്പിച്ചത്? കുറെ സെക്ഷൽ പ്ലഷർ അനുഭവിക്കാൻ മാത്രമോ? അല്ല അല്ല അല്ല. പകരം നിങ്ങൾ രണ്ടുപേരും കൂടി നിന്നിട്ട് വേണം ദൈവത്തിന്റെ ഇഷ്ടം ചെയ്യുവാൻ ഈ ഭൂമിയിൽ. ദൈവത്തിന്റെ പ്രൊജക്ട് ചെയ്യുവാൻ. ഇന്ന് പ്രൊജക്റ്റിനെ കുറിച്ച് ചിന്തിക്കുന്നത് ആര്? ക്രിസ്തീയ സഭകളിൽ പോലും വിവാഹത്തിൽ ഈ പ്രൊജക്റ്റിനെ കുറിച്ച് മിണ്ടുന്നില്ല. ആമേൻ. ഹല്ലേലൂയ. ഇത് രണ്ടുപേരും, പുരുഷന്റെ ഇഷ്ടത്തെ ഉപേക്ഷിക്കുക, സ്ത്രീയുടെ ഇഷ്ടത്തെ ഉപേക്ഷിക്കുക. എന്നിട്ട് പുരുഷനെ സംബന്ധിച്ച് ദൈവം വെച്ചിരിക്കുന്ന കുടുംബത്തെ പോറ്റി പുലർത്തുക, കുടുംബത്തെ നയിക്കുക. അതിനുവേണ്ടി ദൈവം നിങ്ങളെ തുണയ്ക്കും, ദൈവം നിങ്ങൾക്ക് സഹായമാകും. നിങ്ങൾ കൽപ്പന കൊടുക്കുക, നിങ്ങൾ വേണ്ടത് കൊടുക്കുക, സ്ത്രീ അത് മൾട്ടിപ്ലൈ ചെയ്യട്ടെ. ഗ്ലോറി ടു ഗോഡ്. ഹല്ലേലൂയ. അങ്ങനെ കുടുംബം മനോഹരമായി മുന്നോട്ടേക്ക് പോകുവാനായിട്ട് ഇടയാകും. അപ്പോ ഇന്നത്തെ കുടുംബത്തിന്റെ അവസ്ഥ നമ്മൾ കാണുക, മനസ്സിലാക്കുക. ഈ ഇന്നത്തെ ഈ അവസ്ഥയിൽ നിന്നാണ്, അതായത് പുരുഷന് കീഴടങ്ങാൻ പറ്റാത്ത ഭാര്യയെ സ്നേഹിക്കാൻ പറ്റാത്ത പുരുഷൻ. എപ്പോഴാ ഒരു പുരുഷന് ഭാര്യയെ സ്നേഹിക്കാൻ പറ്റാത്തതെന്ന് അറിയാമോ? കീഴടങ്ങി നിൽക്കേണ്ട ഭാര്യയോട് പറയാ, നീ ഇങ്ങോട്ട് വന്നേ. എനിക്ക് സൗകര്യമില്ല, പിന്നെ വരാം. ഉടനെ നിങ്ങൾ എന്താ ചെയ്യണമെന്ന് അറിയാമോ? കട്ട് ചെയ്യാം. സ്നേഹബന്ധം കട്ട് ചെയ്യാം. കീഴടങ്ങിയിരിക്കാത്ത ഒരു വ്യക്തിയെ സ്നേഹിക്കുവാൻ പിന്നെ എന്ത് ചെയ്യണം? ബലം പിടിക്കണം. തന്റെ സ്വയത്തെ കീഴടക്കാതെ പുരുഷനെ സ്ത്രീയെ സ്നേഹിക്കാൻ പറ്റത്തില്ല. ഹല്ലേലൂയ. നിങ്ങളത് ചിന്തിച്ചു നോക്കിയേ. ഒരു വ്യക്തി നിങ്ങൾ പറയുന്ന അനുസരിക്കത്തില്ല. അങ്ങോട്ട് എനിക്ക് സൗകര്യം, ഞാൻ തിരക്കാം. സ്നേഹിക്കാൻ പറ്റുമോ? പറ. സൗകര്യമാരെ തിരിച്ചു പറ. നിങ്ങളുടെ കീഴിലുള്ള ഒരാള് നിങ്ങളോട് പറയുക, അത് ഇരുത്തെ, എനിക്കിപ്പോ പറ്റത്തില്ല, ഞാൻ തിരക്കാം. പിന്നെയും പറഞ്ഞോ, എനിക്ക് പറ്റത്തില്ല, അത് തിരക്കാം. നിങ്ങൾക്ക് എന്നിട്ട് അവരോട് പറഞ്ഞ നിങ്ങൾ അവരെ സ്നേഹിക്കാൻ പറ്റുമോ? വളരെ പ്രയാസമാണ്. ഇതുകൊണ്ടാണ് ദൈവവചനം പറയുന്നേ, ഭാര്യയെ സ്നേഹിക്കുക. എങ്ങനെ സ്നേഹിക്കണം? സാധാരണ രീതിയിൽ നിങ്ങൾക്ക് സ്നേഹിക്കാൻ പറ്റത്തില്ല. ഞാനാ മാതൃക. അനുസരിക്കാത്ത സഭയുണ്ട് എനിക്ക് ഭൂമിയില്. ഞാൻ എന്ത് പറഞ്ഞാലും അനുസരിക്കാത്തൊരു സഭയുണ്ട്. ആ സഭയെ ഞാൻ എങ്ങനെയാണോ സ്നേഹിക്കണേ, അതുപോലെ നിന്നെ അനുസരിക്കാത്ത എന്റെ ഭാര്യയെ സ്നേഹിക്കാൻ. സ്നേഹിക്കണമെങ്കിൽ സ്വയം ത്യജിച്ചേ സ്നേഹിക്കാൻ പറ്റൂ. പക്ഷെ ആ സ്വയം ത്യജിച്ച് നിങ്ങളത് സ്നേഹിച്ചേ നിങ്ങൾ ഇട്ടുകൊടുക്കുന്ന അവരുടെ മൾട്ടിപ്ലൈ ചെയ്യും. പകരം അവരെന്നെ അനുസരിക്കണില്ല എന്ന് പറഞ്ഞ് നിങ്ങൾ അതനുസരിച്ച് അങ്ങ് പ്രവർത്തിച്ചാൽ നിങ്ങളുടെ കുടുംബം കലഹമായ നിങ്ങൾ പ്രവർത്തിക്കണം, അവർ മൾട്ടിപ്ലൈ ചെയ്യും. സീക്രട്ട്. സ്വയം ത്യജിച്ച് സ്നേഹിക്കണം. അതാ കർത്താവ് പറഞ്ഞേ, ഞാൻ സഭയെ സ്നേഹിക്കുന്നത് പോലെ നിങ്ങളുടെ ഭാര്യമാരെ സ്നേഹിക്കാൻ. അവർ സ്നേഹം തന്നിട്ടല്ല, അവർ കീഴടങ്ങി ഇരുന്നിട്ടല്ല, പകരം കീഴടങ്ങി സ്നേഹിക്കാത്ത ഭാര്യയെ ഞാൻ സ്നേഹിക്കുന്നത് പോലെ, ക്രിസ്തു സ്നേഹിക്കുന്നത് പോലെ നിങ്ങൾ അങ്ങനെ സ്നേഹിച്ചാൽ നിങ്ങൾ പാകുന്നത് വിത്ത. എന്തിട്ടാലും അവർ മൾട്ടിപ്ലൈ ചെയ്യും. സ്നേഹമിട്ടോ ഒരു സ്നേഹം മൾട്ടിപ്ലൈ ചെയ്യും. കലഹമിട്ടോ ഒരു കലഹം മൾട്ടിപ്ലൈ ചെയ്യും. എന്ത് കൊടുത്താലും അവർ മൾട്ടിപ്ലൈ ചെയ്യും. തിരിച്ച് നിങ്ങളുടെ കയ്യിൽ തരും പേരിടാൻ. ഹല്ലേലൂയ. ഈ വചനങ്ങൾ ദൈവം നിങ്ങൾ അനുഗ്രഹിക്കട്ടെ. ഈ ശബ്ദപരിധിയിലുള്ളവരെയും അനുഗ്രഹിക്കുവാൻ ഇടയാകട്ടെ. നിങ്ങളുടെ കുടുംബത്തെ മനോഹരമാക്കാനുള്ള ഒരു പദ്ധതി ദൈവത്തിനുണ്ട്.
അതെന്തിനാണെന്നറിയാമോ? ദൈവ ഇഷ്ടം ഭൂമിയിൽ ചെയ്യുവാനാ. നമുക്ക് നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം, ദൈവസന്ധി ഏൽപ്പിച്ചു കൊടുക്കാം. കേട്ട വചനത്തിന്റെ മുമ്പാകെ ഒരു നിമിഷം നമ്മുടെ കുടുംബങ്ങളെ, നമ്മുടെ ജീവിതത്തെ നമുക്കൊന്ന് ശോധന ചെയ്യാം. എന്റെ കുടുംബജീവിതം എങ്ങനെയാണ്? ഞാൻ ഇന്ന് എന്റെ കുടുംബജീവിതത്തിൽ എവിടെയാണ് നിൽക്കുന്നത്? എന്റെ ഭാര്യയെ സ്നേഹിക്കുവാൻ എനിക്ക് കഴിയുന്നുണ്ടോ? എന്റെ ഭർത്താവിന് കീഴടങ്ങിയിരിക്കാൻ എനിക്ക് കഴിയുന്നുണ്ടോ? രണ്ട് ആത്മീയ കിങ്ഡങ്ങളിൽ തമ്മിലുള്ള ഒരു എതിർപ്പാണ് കാണുന്നത്. നീ നിന്റെ പുരുഷനെ, ഭർത്താവിനെ കൺട്രോൾ ചെയ്യാൻ ആഗ്രഹിക്കും, എന്നാൽ നിന്റെ ഭർത്താവ് നിന്നെ ഭരിക്കും. പരസ്പരം യോജിക്കാത്ത ഒരു മാനസിക സിസ്റ്റമാണ് ഈ കിങ്ഡങ്ങൾ തമ്മിൽ ഉണ്ടാക്കിയിരിക്കുന്നത്. എന്നാൽ ഇതിനെ ഓവർകം ചെയ്യുവാൻ കർത്താവ് മാർഗങ്ങൾ പറഞ്ഞു തന്നു. എങ്ങനെ ചെയ്യണം? ഞാൻ സഭയെ സ്നേഹിക്കുന്നത് പോലെ, അനുസരിക്കാത്ത എന്റെ സഭയെ, എന്റെ ഭാര്യയെ, എന്റെ കാന്തയെ സ്നേഹിക്കുന്നത് പോലെ നീ നിന്റെ കാന്തയെ സ്നേഹിക്കുക, ഭാര്യയെ സ്നേഹിക്കുക. ഭാര്യ എന്ത് ചെയ്യണം? ഭർത്താവിന് കീഴടങ്ങിയിരിക്കണം. ദൈവം ഏൽപ്പിച്ച വ്യവസ്ഥയിലേക്ക് കർത്താവെ ഞാൻ വരുവാൻ ഞാൻ തയ്യാറാണെന്ന് പറഞ്ഞുകൊണ്ട് ഒരു നിമിഷം ഇപ്പോൾ സഹോദരന്മാരും സഹോദരിമാരും ചിന്തിക്കുക. സഹോദരന്മാരുടെ ചുമതല ആ ദൈവഇഷ്ടം മനസ്സിലാക്കി പ്രവർത്തിക്കുക, അതിന് തക്കവണ്ണം അവരെ നയിക്കുക. അതിന് ഞാൻ തയ്യാറാണ്. ഞാൻ ശ്രദ്ധിക്കും, ഞാൻ എന്റെ ഭാര്യയ്ക്ക് ഞാൻ എന്താ കൊടുക്കുന്നത്. എന്റെ ഭാര്യയ്ക്ക് എന്ത് ഞാൻ കൊടുത്താലും അത് പ്രിയ സഹോദരി അത് മൾട്ടിപ്ലൈ ചെയ്യുമെന്ന് ഞാൻ മനസ്സിലാക്കുവാൻ എന്റെ ഇടയായി. കാരണം ദൈവം അവരെ മൾട്ടിപ്ലിക്കേഷൻ പാർട്ടിലാണ് വെച്ചിരിക്കുന്നത്. ഞാനാണ് അധികാരി, ഞാനാണ് പേരിടേണ്ടത്. അതുകൊണ്ട് ഞാൻ ശ്രദ്ധിക്കും. എന്റെ ഭാര്യയ്ക്ക് ഞാൻ എന്നെ ചൊറിച്ചിലല്ല, ഫ്രസ്ട്രേഷൻ അല്ല, എന്റെ ഭാര്യയ്ക്ക് വചനം പറഞ്ഞൊരു സ്നേഹം ഞാൻ കൊടുക്കും. അവൾ സ്നേഹം മൾട്ടിപ്ലൈ ചെയ്യും. സഹോദരിമാരെ, നിങ്ങൾ ചിന്തിക്കേണ്ടത് ഒരുപക്ഷെ സഹോദരനേക്കാൾ കൂടുതൽ ബുദ്ധി നിങ്ങൾക്കുണ്ടാകാം, പഠിത്തമുണ്ടാകാം, ശമ്പളം ഉണ്ടാകാം. നിങ്ങൾക്ക് സഹോദരനേക്കാൾ കൂടുതൽ എന്തുണ്ടോ അത് നിങ്ങളുടെ ശത്രുവായി തീരരുത്. അത് നിങ്ങളുടെ കുടുംബത്തിന്റെ കലഹമായി തീരരുത്. പകരം എന്റെ ഭർത്താവിന്റെ ബലഹീനതായി എന്റെ ബലമായി തീരണം എന്നുള്ള ചിന്ത നിങ്ങളുടെ ഉള്ളിൽ കടന്നു വരുവാനായിട്ട് ഇടയാകണം. അത് നിങ്ങളെ നിഗളത്തിലേക്ക് കൊണ്ടുവരരുത്. നിഗളത്തിലേക്ക് അത് കൊണ്ടുവന്നാൽ നിങ്ങളുടെ കുടുംബം കലഹമായി തീരും. നിങ്ങൾ 4 ചുവരുകൾക്കുള്ളിൽ ജീവിക്കും, പക്ഷെ അതൊരു കുടുംബമാകത്തില്ല. അതുകൊണ്ട് തീരുമാനമെടുക്കണം. ഞാനിനി എന്റെ ഭർത്താവിനെ കീഴടങ്ങിയിരിക്കും. ഒരിക്കലും ഒരു നിഗള സ്വഭാവം ഞാൻ കാണിക്കത്തില്ല. ഞാൻ കീഴടങ്ങിയിരിക്കും. ഞാൻ തീരുമാനമെടുക്കും.